ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നടി ആക്രമിച്ച കേസിനെ കുറിച്ച് ഭാവന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാവനയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. It happened in 2017, February 17th. So when it happened to me, my whole life has turned upside down. ഇതിന്റെ അകത്ത് ഭാവന ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. പല മീഡിയക്കാരും പലതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ഭാവന ഇതിൽ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. 2017 ഫെബ്രുവരി 17 അന്ന് കുറച്ച് ഡബ്ബിംഗ് വർക്ക് തീർക്കാനുണ്ടായിരുന്നു. അതിനായിട്ട് ലാൽ മീഡിയയിലേക്ക് നടി പോവുമായിരുന്നു. ലാൽ മീഡിയയിൽ നിന്ന് ഒരു ഡ്രൈവറെ അയച്ചിരുന്നു, മാർട്ടിന് ഈ കേസിലെ രണ്ടാമത്തെ പ്രതിയാണ്. അതൊരു മെയിൻ പോയിന്റ് ആയിരുന്നു ലാലിലേക്കുള്ള, അതായത് ലാലാണോ ഇത് ചെയ്തെന്നുള്ള ഡൗട്ട് ഇപ്പോൾ പലർക്കും ഉണ്ട്. കാരണം ലാലിന്റെ ഡ്രൈവറാണ് മാർട്ടിനാണ് ഈ കേസിലെ രണ്ടാമത്തെ പ്രതി. എന്നിട്ട് പോലും ലാലിലേക്ക് അന്വേഷണം പോയില്ല. മഹേന്ദ്ര XUV വാഹനത്തിലാണ് ഇവർ പോകുന്നത്. മാർട്ടിൻ ഡ്രൈവ് ചെയ്യുന്നു, നടി പിന്നിലിരിക്കുന്നു. അങ്ങനെ ഇവർ യാത്ര തുടരുന്നു. മാർട്ടിൻ നടിയോടൊരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് വഴി അറിയില്ല, ഹൈവേ എത്തുമ്പോഴത്തേന് എനിക്കൊന്ന് വഴി പറഞ്ഞു തരണമെന്ന്. ഹൈവേ എത്തിയപ്പോഴത്തേനും മാർട്ടിൻ വഴിയൊന്നും ചോദിക്കുന്നില്ല, ഫോൺ വിളിക്കുന്നുണ്ട് ആരെയൊക്കെയോ. അടുപ്പിച്ചടുപ്പിച്ച് മാർട്ടിന് കോളും വരുന്നുണ്ട്. അപ്പോൾ മാർട്ടിൻ പറയുന്നുണ്ട് ഞങ്ങൾ എത്താറായെന്ന്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന നടിയുടെ വണ്ടിയെ പൾസർ സുനി കാത്തിരുന്നത് കരികുറ്റിയിലാണ്. ഒപ്പം ബിജീഷും മണികണ്ഠനും ഉണ്ടായിരുന്നു. അവിടെ മുതലാണ് പൾസർ സുനി നടിയുടെ വാഹനത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 9 മണിയോടടുത്ത് അത്താണിയിൽ വെച്ച് പൾസർ സുനിയുടെ ടെമ്പോ ട്രാവൽ നടിയുടെ വാഹനത്തിന്റെ പുറകിൽ പോയി ഇടിച്ചു. പിന്നെ അവിടെ ഒരു ആക്സിഡന്റ് നാടകം ഉണ്ടാവുകയായിരുന്നു. സുനി ഇറങ്ങി വന്നിട്ട് മാർട്ടിനുമായിട്ട് തർക്കമായി. മാർട്ടിനോട് നീ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചിട്ടായിരുന്നു തുടക്കം. അപ്പോഴത്തേനും നടി ഇടപെട്ടു. എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും നടിയോട് പറഞ്ഞു, മാഡം പേടിക്കേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഇവനെയാണ്, ഇവനുമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, അങ്ങനെ പറഞ്ഞു നടിയോട്. പെട്ടെന്ന് ഡോർ തുറന്നിട്ട് മണികണ്ഠനും ബിജീഷും നടിയുടെ കാറിൽ കയറി. നടിയുടെ അതേ സീറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു. നടി നടുക്കിരിക്കുകയാണ്. നടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നേ, നിങ്ങളൊന്ന് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിപ്പോവില്ല. മാർട്ടിനോട് പറഞ്ഞു വണ്ടി എടുക്കാനായിട്ട്. അവർ നടിയോട് പറയുന്നുണ്ട്, മാഡം സേഫ് ആണ്, ഞങ്ങൾക്ക് വേണ്ടത് മാർട്ടിനെയാണ്, അവനുള്ളത് ഞങ്ങൾ കൊടുത്തോളാം, മാഡം സേഫ് തന്നെയാണ്, പേടിക്കണ്ടെന്ന്. അവർ ഭീഷണിപ്പെടുത്തി മാർട്ടിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കുന്നു എന്ന് തോന്നിക്കുന്ന വിധം വണ്ടി എടുപ്പിക്കുന്നു. അവർ യാത്ര തുടരുന്നു. നടിയുടെ ഈ വാഹനത്തിന് പിന്നാലെ പൾസർ സുനിയുടെ വാഹനം പിന്തുടരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് വണ്ടി നിർത്തുന്നു. പൾസർ സുനിയുടെ വണ്ടിയിൽ നിന്ന് രണ്ടുപേരും മാറി മാറി നടിയുടെ വാഹനത്തിലേക്ക് കയറുന്നു. നടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. അതായത് നടിക്കൊപ്പം എല്ലാവർക്കും ഇരിക്കാനുള്ള അവസരം പൾസർ സുനി ഒപ്പിച്ചു കൊടുത്തു. അവസാനം സുനി നടിയുടെ വാഹനത്തിൽ കയറുന്നു, ഒപ്പം പ്രദീപും സലീമും. ഇവർ കയറിയതിനു ശേഷം നടിയുടെ വാ പൊത്തിപ്പിടിക്കുന്നു, കൈകളിലെല്ലാം പിടിക്കുന്നു, കൂടാതെ ഫോൺ തട്ടിപ്പറിക്കുന്നു. നടി അലറാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. പോകേണ്ട വഴിയിലൂടെ അല്ലാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നടിയേയും കൊണ്ട് ഇവർ പോകുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്ത് വെച്ചാണ് നടിയോടുള്ള ക്രൂരകൃത്യം നടക്കുന്നത്. കേരളത്തെ തന്നെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ്. വളരെ ക്രൂരവും പൈശാചികമായിട്ടുള്ള രീതിയിലാണ് ഇവർ നടത്തിയത്. നടിയെ ആക്രമിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചത് മണികണ്ഠനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മാർട്ടിൻ അവസാനം പേടി അഭിനയിച്ച് വണ്ടിയെ കയറിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് നടിയെ ലാൽ മീഡിയയ്ക്ക് മുമ്പിൽ ഇറക്കി വിട്ടു. അവരെല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തനിക്ക് ഇതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നത്, തന്നോട് ക്ഷമിക്കണമെന്ന് മാർട്ടിൻ പറഞ്ഞെന്നാണ് നടിയുടെ മൊഴിയിലുള്ളത്. നടിയെ ക്രൂരമായിട്ട് ആക്രമിച്ചു, നടിയുടെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി. ഇങ്ങനെയാണ് കേസ് വന്നിരിക്കുന്നത്. പൾസർ സുനി ഇറങ്ങി പോകുമ്പോഴത്തേനും ഒരു കാര്യം നടിയോട് പറഞ്ഞിരുന്നു, നീ ഇതാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൃശ്യം ലോകം മുഴുവൻ എത്തുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 മണിക്കൂറോളം ഒരു സ്ത്രീ ഒരു കാറിനകത്ത് അതിക്രമത്തിന് ഇരയായി. ഇതിനെ സംബന്ധിച്ചുള്ള തെളിവിന്റെ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്നാണ് നടി പറയുന്നത്. പക്ഷെ അതിപ്പോൾ പുറത്തു പറയാനായിട്ട് തയ്യാറല്ല, കാരണം കേസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഉയർന്ന കോർട്ടിലേക്ക് ഈ കേസ് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് സംഭവിച്ചതിന് ശേഷം നടിക്ക് ഭയങ്കര ചിന്തയൊക്കെ ആയിരുന്നു. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു, ആരാണിത് ചെയ്തത്, ഇത് ആരാണ് ചെയ്തതെന്ന് അറിയാതെ തനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു. അത് അറിയുകയും ചെയ്തെന്നാണ് നടി പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, 2012 എൻ്റെ അച്ഛൻ മരിച്ചത്. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കാരണം എന്നെ എല്ലാ ഷൂട്ടിംഗ് സൈറ്റിലേക്കും കൊണ്ടുപോകുന്നത് അച്ഛനാണ്. അച്ഛനില്ലാത്തതിൻ്റെ പേരിലാണ് താൻ തനിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ നടി പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഒരുപാട് പേര് നടിയെ കുറ്റപ്പെടുത്തി. അവൾ എന്തിനാണ് നൈറ്റ് 7 മണിക്ക് പോയത്, ഒരു പെണ്ണിന് അങ്ങനെ പോകാൻ പറ്റുമോ, അങ്ങനെ പോകുന്നത് തെറ്റല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് PR വർക്കും നടിക്കെതിരെ വന്നെന്നാണ് പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ അവരനുഭവിച്ച വേദന, ട്രോമയൊക്കെ നമുക്ക് മനസ്സിലാവും. പൾസർ സുനി എന്ന് പറയുന്നവന് ഒരു പെങ്ങളുള്ളതാണ്, എന്നിട്ടാണ് അവനിങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പൊ കൊടുത്തേക്കുന്ന ശിക്ഷ ഒട്ടും പോരെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോടതിയിലൊക്കെ കേസ് വരുമ്പോഴത്തേനും പ്രായപരിധി, വീട്ടിലെ അവസ്ഥ, ഇതൊക്കെ നോക്കിയിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾക്കൊന്നും അത് വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.